എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു, പുതുപ്പള്ളി പള്ളിയുടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ചുമ്മാ ഒരു സൈക്ലിംഗ് ആണ്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ കാരണം എല്ലാ ലൈറ്റുകളൊക്കെ ഊരി, പിന്നെ തിരക്കൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് പാറേട്ടുമാർ ഇവാനിയോസ് ഹോസ്പിറ്റൽ. ഈ റൂട്ടിൽ തന്നെയാണ് ജോർജിയൻ പബ്ലിക് സ്കൂള്. രാവിലെ സ്ഥിരമായിട്ട് വർക്കൗട്ട്, അതുപോലെ സൈക്ലിങ്, നടക്കാനൊക്കെ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തെ വളരെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്കൊരു ബ്ലെസ്സിങ് ആണല്ലേ. ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്ന ദാനമാണ്. അപ്പം നമ്മളെല്ലാത്തിലും ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പം കുട്ടഞ്ചെറുപ്പടി വഴി നേരെ അങ്ങ് നമ്മൾ പുതുപ്പള്ളി കവലയ്ക്ക് പോവുകയാണ്. വെളുപ്പിനെ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവുണ്ട്. വാഴക്കുളം ശ്രീ ഗണപതി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പിന്നെ ഇവിടെയാണ് തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. പുതുപ്പള്ളിയിലെ ഇന്ത്യൻ ഓയിൽ പമ്പാണ്. പുതുപ്പള്ളി കവലയ്ക്ക് സമീപത്ത് തന്നെയാണ് ഈ പമ്പ്. അതുപോലെ തന്നെ ഇവിടെ ഹോറേബ് മാർത്തോമ പള്ളിയുമുണ്ട്. അങ്ങനെ നമ്മൾ പുതുപ്പള്ളി കവലയിലെത്തി. പുതുപ്പള്ളി പള്ളിയുടെ കുരിശും തൊട്ടി. അങ്ങനെ നമ്മൾ പുതുപ്പള്ളി കവലയിൽ നിന്ന് മണർകാട് പോകുന്ന റൂട്ടിൽ വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാത സൈക്കിൾ സഫാരികളൊക്കെ നമുക്കൊരു പ്രത്യേക അനുഭവമാണല്ലേ. പ്രത്യേകിച്ച് മോർണിംഗ് വർക്കൗട്ട്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. പുതുപ്പള്ളി കവലയിലുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണിത്.
അങ്ങനെ നമ്മൾ കാഞ്ഞിരത്തമൂട് വന്നു. ഇവിടെ വെള്ളക്കുട്ടപ്പള്ളിയുടെ കുരിശും തൊട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത് വെള്ളക്കുട്ട പള്ളിയുടെ ആ റൂട്ടാണ് പോകുന്നത്. നമ്മളിന്ന് പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് വെന്നിമല ക്ഷേത്രവും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ വെള്ളക്കുട്ടപ്പള്ളിയുടെ മുൻവശത്തായിട്ടുണ്ട്. ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴി തീർച്ചയായിട്ടും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഈ വെന്നിമല സ്ഥിതി ചെയ്യുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ ഷെയ്ക്കൊക്കെ വരും വീഡിയോയ്ക്ക്. കാരണം സൈക്കിളിലായതുകൊണ്ട് ചിലപ്പം ക്യാമറയുടെ ആ ഒരു ചെറുതായിട്ടൊന്ന് ഷെയ്ക്കാവുന്നുണ്ട് കേട്ടോ.
ഈ വെന്നിമല അമ്പലത്തിലോട്ട് പോകുന്ന വഴി വലിയ വളവൊക്കെ തിരിഞ്ഞാണ് പോകുന്നത്. അതിമനോഹരമായ വഴിയാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് ഇവിടമൊക്കെ വലിയ കാടായിരുന്നു, വലിയ ഘോര വനമായിരുന്നു. വെന്നിമല ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, വെന്നിമലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന അപൂർവ ക്ഷേത്രമാണിവിടം. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ചേരമാൻ പെരുമാളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർക്കൊപ്പം ഹനുമാനും അദൃശ്യനായി ക്ഷേത്രത്തിൽ മരുവുന്നു. കൂടാതെ ഗണപതി, ശിവൻ, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഭഗവതി, സർപ്പദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക മന്ദിരം വെണ്ണിമല. വിഖ്യാത കർണാടക സംഗീതജ്ഞനായിരുന്ന ഷഡ്കാല ഗോവിന്ദന്മാരാരുടെ ജന്മഗൃഹം വെണ്ണിമലയിലായിരുന്നു. ഗോവിന്ദന്മാരാരുടെ സ്മരണ നിലനിർത്തുന്നതിനായി ഇവിടെ ഒരു സ്മാരക മന്ദിരമുണ്ട്. അങ്ങനെ നമ്മൾ സ്മാരക മന്ദിരം കഴിഞ്ഞ് മുന്നിലോട്ട് വരുമ്പോൾ നമുക്ക് വെണ്ണിമല ക്ഷേത്രം കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും. കപില ഗുഹ ഇതിൻ്റെ സമീപത്ത് തന്നെയാണ്. കപില മഹർഷി അടക്കമുള്ള പല പുണ്യ ഋഷീശ്വരന്മാരും ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ പല കാലത്തായി ഇവിടെ എത്തിച്ചേർന്ന രാക്ഷസന്മാർ അവർക്ക് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി. ആ സമയത്താണ് ശ്രീരാമ ലക്ഷ്മണന്മാർ ഇതുവഴി കടന്നുപോയത്. സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇരുവരും ഇവിടെ എത്തിയത്. വിവരമറിഞ്ഞ കപില മഹർഷി മറ്റ് ഋഷിമാർക്കൊപ്പം വന്ന് ഇരുവരെയും യഥാവിധി പൂജിച്ച് ആനയിച്ചു. തങ്ങളെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ പറ്റി അവർ ഇരുവരെയും ബോധിപ്പിച്ചു. തുടർന്ന് രാക്ഷസന്മാരെ വകവരുത്താനായി ശ്രീരാമൻ അനുജനെ പറഞ്ഞുവിട്ടു. മഹർഷിമാർ ലക്ഷ്മണനെ അനുഗമിച്ചു. രാക്ഷസന്മാർ വളരെ ദൂരെ നിന്നു തന്നെ അവരുടെ വരവ് കണ്ടു. ലക്ഷ്മണനെ കണ്ടതോടെ രാക്ഷസന്മാർ ആയുധമെടുത്ത് പോരാടാൻ തുടങ്ങി. എന്നാൽ നിമിഷ നേരം കൊണ്ട് ലക്ഷ്മണൻ അവരെയെല്ലാം വകവരുത്തി. മുനിമാർ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ വിജയക്കൊടി പാറിച്ച സ്ഥലം വിജയാദ്രി എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് വിജയാദ്രി മലയാളീകരിച്ച് വെന്നിമലയായി എന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലം വളരെ സൈലൻ്റാണ്. അതുപോലെ ചുറ്റും മരങ്ങളാലും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനകളുടെ ശബ്ദവും ഒരു അനുഗ്രഹപ്രദമായ സ്ഥലം തന്നെയാണ്. അപ്പം ഇവിടെ റൈറ്റിലോട്ട് പോകുമ്പോഴാണ് കപില ഗുഹ. അപ്പം ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു.
വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ വെന്നിമല ക്ഷേത്രത്തോട് അതുപോലെ ഗുഹയോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ വളരെ ശാന്തപൂർണമായ സ്ഥലമാണ്. ഹരിതസമൃദ്ധമായ അന്തരീക്ഷവും അതുപോലെ മുകളിലെ നീലാകാശവും നമ്മുടെ മനസ്സിന് കുളിർമ നൽകും. തീർത്തും വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ പോകുമ്പോൾ ഈ കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പം നമ്മൾ പോകുന്നത് വെന്നിമല കോട്ടയിലേക്കാണ്. ഏക്കറുകൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
വിജനമായ പ്രദേശത്തെ ഈ ബംഗ്ലാവ് പല സാങ്കല്പിക കഥകളുടെയും ഉറവിടമാണ്. ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി പേടിപ്പിക്കുന്ന നിരവധി കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അമൂല്യമായ സസ്യങ്ങളും മരങ്ങളും ഇവിടെയുണ്ട്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് എന്ന പ്രഗത്ഭയായ ഡോക്ടറിന് സ്വന്തമായിരുന്നു ഈ ബംഗ്ലാവ് എന്നാണ് പറയപ്പെടുന്നത്. വെള്ളൂർ കന്നുകുഴി കുടുംബാംഗമായ ജസ്റ്റിസ് പുന്നൻ ലൂക്കോസിൻ്റെ പത്നിയും ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭയായ ഗൈനക്കോളജിസ്റ്റും ആയിരുന്നു ഡോക്ടർ മേരി പുന്നൻ. തിരുവിതാംകൂർ രാജാവ് സമ്മാനമായി പതിച്ചു നൽകിയതാണ് ഈ ബംഗ്ലാവും ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയുമെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്ത് ഭംഗിയാണല്ലേ അകത്തോട്ട് നോക്കിയാൽ തന്നെ. അങ്ങനെ സൈക്കിളെ ഓട്ടി വെന്നിമല കോട്ടയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്താണ് കോട്ട. നമ്മൾ ഏതായാലും ഇതിൻ്റെ അകത്ത് കയറാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കയറരുത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒത്തിരി മരങ്ങളും കാണാൻ നല്ല രസമാണ്, പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം. തിരുവിതാംകൂറിൽ നിന്നുള്ള ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസാണ് നിയമനിർമ്മാണ സഭാംഗമായ ആദ്യ ഇന്ത്യൻ വനിത. ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ വനിത നമ്മുടെ നാട്ടുകാരിയാണ് എന്നത് നമുക്ക് അഭിമാനിക്കാം. പാശ്ചാത്യ വൈദ്യ ബിരുദം ലഭിച്ച ആദ്യ മലയാളിയായിരുന്ന ഡോക്ടർ ടി പുന്നൻ്റെ മകളായി 1886 ആഗസ്റ്റ് 2 കോട്ടയത്ത് ജനിച്ച മേരി പുന്നൻ ലൂക്കോസ് വിവാഹം കഴിച്ചത് പാമ്പാടി വെള്ളൂർ കന്നുകുഴി കുടുംബത്തിലെ അംഗവും തിരുവിതാംകൂർ രാജ്യത്തെ ജഡ്ജിയുമായിരുന്ന ജസ്റ്റിസ് കെ ലൂക്കോസിനെയായിരുന്നു. തിരുവിതാംകൂറിലെ നിയമസഭാ കൗൺസിലർ ആരോഗ്യവകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് 1924 നിയമിതയായി. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതയെ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ സംഭവമായിരുന്നു ഇത്. വൈദ്യബിരുദം നേടിയ ആദ്യത്തെ കേരളീയ വനിത. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആദ്യ വനിതാ ബിരുദധാരിണി. തിരുവിതാംകൂറിൽ നിന്നും ആദ്യമായി ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയ വനിത. സ്ത്രീകൾ വൈദ്യരംഗത്ത് എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വ്യവസ്ഥിതിയോട് നിരന്തരം പടപൊരുതി മേരി പുന്നൻ ലൂക്കോസ് ഇതിഹാസം രചിച്ചത്. 1976 ഒക്ടോബർ 2 90-ാം വയസ്സിൽ മേരി പുന്നൻ ലൂക്കോസ് അന്തരിച്ചു. 1975 രാജ്യം പത്മശ്രീ നൽകി ഈ മഹത് വനിതയെ ആദരിച്ചു. ഈ
വെന്നിമലക്കോട്ടയ്ക്കൊക്കെ ഒത്തിരി ചരിത്രവും അതുപോലെ തന്നെ ഈ സ്ഥലത്തിനൊക്കെ ഒത്തിരി ടൂറിസം സാധ്യതകൾ ഉള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഇതിലെ പോകുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ആംബിയൻസ് നമുക്ക് നടക്കാനും സൈക്ലിങ്ങിനും ഒക്കെ ഏറ്റവും അനുയോജ്യമായ ഒരിതാണ്. നമുക്ക് ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ, നടക്കാനും സൈക്ലിംഗ് ഒക്കെ ചെയ്യാനും സാധിക്കും. പിന്നെ കിളികളുടെ ആ ഒരു സൗണ്ടും.
അങ്ങനെ ജിസാച്ച് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ജിസാച്ച് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്